മാണിക്യം, മാണിക്യം, മാണിക്യം. രാമസ്വാമി, രാമസ്വാമി, രാമസ്വാമി. സാക്ഷികൾ പറഞ്ഞതനുസരിച്ചും തെളിവുകളുടെ അടിസ്ഥാനത്തിലും സത്യമൂർത്തിയും അയാളുടെ കൂട്ടുകാരുമാണ് CM-നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് 5 വർഷം ഈ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. നേതാവേ, ഇതെന്താ ന്യായം? ഒന്ന് പറഞ്ഞേ. മന്ത്രിസഭയിലെ മാറ്റം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഒരു ഗതാഗത മന്ത്രിയായിരുന്ന എന്നെ വെറും ഓട്ടക്കാലിനേക്ക് മാറ്റിയില്ലേ നിങ്ങള്? ശരി, അങ്ങനെ തന്നെ. അതിനിപ്പോ എന്താ കുഴപ്പം? എന്താന്നാ ഇപ്പൊ എന്റെ സ്ഥാനം പോയി കഴിഞ്ഞാ പിന്നെ ഞാൻ തെരുവിലൂടെ തെണ്ടി പിന്നെ അടിച്ചു വാരിയാണോ പിന്നെ സമ്പാദിക്കാൻ കഴിയാ? പറയണത് കൂട്ടിക്കൊടുത്താണോ ഞാൻ സമ്പാദിക്കണ്ടേ? ദേഷ്യപ്പെടാതെ സാറേ. നിലവിലുള്ള നമ്മുടെ മന്ത്രിസഭ കഴിഞ്ഞ കുറെ നാളായിട്ട് വീക്കാണ്. നിങ്ങളെപ്പോലെ ഉശിരാർന്ന ഒരു നേതാവിന് മാത്രമേ അതിന് കരുത്ത് നൽകാൻ പറ്റൂ. അതുകൊണ്ടാണ് നിങ്ങളെ നിയമിച്ചത്. ഓ, മണല് കയറ്റിവിടുന്ന മരുഭൂമിയിലേക്കാണല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. കുറച്ച് ശ്രദ്ധ തെറ്റിയ നിങ്ങൾ പാര പിന്നിലൂടെ കയറ്റി മുന്നോട്ട് എടുക്കുമല്ലോ. കൊടൈക്കനാലിൽ ചെയ്യാൻ പറ്റില്ലേ? നിന്നോട് ചോദിച്ചോടാ. ഈ ഉടായ്പ വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇനി ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് നല്ലൊരു വകുപ്പ് കിട്ടിയില്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയായിട്ട് മാറേണ്ട അവസ്ഥ വരും. എന്താ ഭീഷണിയാണോ? ഭീഷണിപ്പെടുത്തിയല്ല, സത്യം പറഞ്ഞതാ. നമ്മുടെ പാർട്ടിയിൽ 67 MLA-മാരും എന്നെ നന്നായിട്ട് ബഹുമാനിക്കുന്നവരാ. എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യിക്കാൻ നിർബന്ധിക്കരുത്. ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്ക്. എന്താടാ ഇത്? പെട്ടെന്ന് 61 MLA അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നോ? അവൻ എങ്ങോട്ടാ പോകുന്നത് ആദ്യം ശ്രദ്ധിക്കേ. ഹലോ. അതെ, നമ്മൾ സംശയിച്ചത് ശരിയാ. ആരോ 2 പേര് പൈജാമി സ്യൂട്ട് ഇട്ട് സ്യൂട്ട് കേസും കൊണ്ട് മിനിസ്റ്ററുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എനിക്കെന്തോ അവരെ കണ്ടിട്ട് ഡൽഹി പാർട്ടിയെ പോലെ തോന്നുന്നുണ്ട്. ഡൽഹിയിലുള്ളവരോ? അവരെന്തിനാ ഇവിടെ വന്നത്? സീറ്റ്സും മറ്റുമൊക്കെ ഉണ്ടാക്കാൻ ആള് വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതിനുവേണ്ടി അഗർവാൾ സ്ട്രീറ്റിൽ നിന്ന് വന്നിരിക്കുക. മറ്റന്നാളത്തെ ഫംഗ്ഷന്. ഓഹോ, ചരക്ക് വ്യാപാരികളല്ലേ? നമസ്തേ ജി. അവരവിടെ എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ള കാര്യം വളരെ ശ്രദ്ധയോടെ നീ കേൾക്കണം. ശരി സാർ. നിങ്ങളുടെ സൂട്ട് കേസിനുള്ളിൽ എന്താ? സാമ്പിൾസ്. കൊള്ളാം. ഇത് പിടിക്ക്. നീ ഇതൊന്നും എടുത്തേക്കരുത്. അതെ, എന്തോ സ്യൂട്ട് കേസ് കൈമാറുന്നുണ്ട്. എന്ത് ഷൂട്ട് കേസ് കൈമാറുന്നോ? അപ്പോ അതിൽ പണം തന്നെയായിരിക്കും. ഏകദേശം എത്ര പേര് വരും സർ? ഒരു 50-60 പേരൊക്കെ കാണും. 60 പേരാണെങ്കിൽ ഈസി ആയിട്ട് തീർത്തേക്കാം സാറേ. 60 പേരുണ്ടെന്ന് പറഞ്ഞപ്പോ ഈസി ആയിട്ട് തീർക്കാന്നാ അവര് പറഞ്ഞത്. ശരി, പോയിട്ട് നമസ്തേ. അതെ, ഒരു നിമിഷം. സർ? എനിക്ക് ഓയിൽ അധികം പിടിക്കില്ല. അതുകൊണ്ട് ഐറ്റങ്ങൾ ഓയിൽ അധികം ഉപയോഗിക്കണ്ട. അതെല്ലാം മറച്ചിട്ട് ചെയ്യുമ്പോ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെന്താ കുഴപ്പം? അപ്പൊ ഉറപ്പായി, ഒരു സംശയം വേണ്ട, ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. അപ്പൊ നാളെ meet ചെയ്യാലോ സർ? ശരി ശരി. നാളേക്ക് എന്താ നടക്കുന്നതെന്ന് നീ കണ്ടോ? നാളെ വീണ്ടും കാണുന്നുണ്ടെന്ന്. നാളെ അവരെ എങ്ങനെയാണ് കാണേണ്ടത് ഞാൻ പറഞ്ഞു കൊടുക്കാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. ബാലു, നിന്നെ എത്ര തവണ വിളിച്ചു? വാ, അകത്തേക്ക് വാ. അതെ, ഓട്ടോ വരുന്നുണ്ട്. സാറേ, ഡൽഹി പാർട്ടികളാ.
എവിടെയാണ് അവനൊക്കെ? എവിടെ ഒളിപ്പിച്ചത് അവനെ? ഇറക്കി വിടറ അവനെ. ദേ, ഇത് ആരാ വന്നിരിക്കുന്നേ? എന്താ പെട്ടെന്ന് വീട്ടിലേക്ക് ഒരു സന്ദർശനം? ഇന്ന് മഴ പെയ്യുന്നാ തോന്നുന്നേ. മഴയല്ലടാ, കൊടുങ്കാറ്റ് വരാൻ പോവാ. കണ്ടോ നീ? എവിടെയാടാ ഷൂട്ട് കേസ്? എവിടെയാടാ ഡൽഹി പാർട്ടി? ഡൽഹി പാർട്ടിയോ? ഡാ, ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. നിന്നെ പോലെ എത്ര മന്ത്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവന്മാരെയൊക്കെ ഞാൻ തന്നെ ഒതുക്കിയിട്ടുണ്ട്. ഡൽഹിക്കാരോട് ചേർന്ന് എന്നെ ഒതുക്കാന്ന് വിചാരിച്ചോടാ നീ? ആ, മറക്കാല്ലേ? മറിച്ചിട്. ആ, എന്നെ കസേര മറിച്ചിടാൻ നോക്കുന്നോ? വാടാ, ധൈര്യം വേണ്ട, വാടാ. മാമൻ ജെട്ടിയിട്ടിട്ടില്ല. പോടാ, പന്നിക്ക് പറഞ്ഞ നായേ. പന്നിക്ക് എങ്ങനെയാ പട്ടി അവരുടെ ഉണ്ടാവും? വീട്ടിലുണ്ടോ? ഫു, ഈ പരട്ടെ കണ്ടില്ലേ? അപ്പനെ അതുപോലെ തന്നെ കൊത്തി വെച്ചേക്കുവാ. എവിടാ ഡൽഹിക്കാരൻ? ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഡൽഹി ജിലേബി നല്ലതാണോ എന്ന് ടേസ്റ്റ് ഒന്ന് നോക്കോ. പോടാ അവിടുന്ന്. നിന്റെ ജിലേബി കാണാൻ വേണ്ടിയാണോ ഞാൻ ഇങ്ങോട്ട് വന്നത്? അയ്യോ, കഷ്ടമായി പോയി. എന്തിനാണ് കിടന്ന് വിഷമിക്കുന്നേ? നേതാവേ, ധൃതിപ്പെട്ട് അങ്ങേ വിശ്വസ്തനെ സംശയിച്ച് കളഞ്ഞല്ലോ. അതിനു പകരം അനിയ തന്റെ ജീവൻ ഇങ്ങ് തന്നേക്കടാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ തന്നേനെ നേതാവേ. ഷോക്കായിട്ട് പോയതെന്ന് തോന്നുന്നു. സുഖമാണോടാ? സുഖായിരിക്കുന്നു. സാറാണ് നിങ്ങൾക്ക് മേൽക്കോടതിയിൽ നിന്ന് ബെയില് വാങ്ങി തന്നത്. ഇനി ശിക്ഷ കുറച്ചിട്ട് എന്തിനാടാ? ഇപ്പൊ തന്നെ 4.5 വർഷം കഴിഞ്ഞില്ലേ? എനിവേ, താങ്ക് യു സർ. കുഴപ്പമില്ല. താങ്ക് യു സർ. വെൽക്കം. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? കുറച്ച് സമാധാനം കിട്ടുന്ന സ്ഥലത്തേക്ക്. നിങ്ങളെയൊക്കെ നാളെ റിലീസ് ചെയ്യുമെന്നാ വീട്ടിലൊക്കെ വിചാരിച്ചിരിക്കുന്നേ. അങ്ങനെ പറയാൻ പറഞ്ഞത് ഞാന്. എന്തിന്? അവര് വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ബഹളം ഉണ്ടാക്കാനോ? ഒന്നിനും പോണ്ട ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യാൻ പറയുന്ന കേൾക്കാനോ? അവർക്കോ പ്രാപ്തിയില്ല, നമ്മളെ അങ്ങനെ ആക്കാൻ പോവാ. ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവന്മാരെ പോയതുകൊണ്ട് 2 ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. ശരി, എത്ര നാളെന്ന് വെച്ചാ അതെന്നെ ഓർത്തോണ്ട് നടക്കുന്നേ? കുറച്ചായിട്ട് എല്ലാം മറക്കാൻ ശ്രമിക്കേ. എന്താ മറക്കേണ്ടത്? ഒരു പാവം നിരപരാധിയെ റോഡിലിട്ട് വെട്ടി കൊന്നതാണോ? അതാണോ മറക്കേണ്ടത്? അതോ കല്യാണ ദിവസം തന്നെ അവളെ റേപ്പ് ചെയ്ത് കൊന്നു കളഞ്ഞാണോ? അതാണോ മറക്കേണ്ടത്? ഈ രാഷ്ട്രീയം, ഭരണം, മന്ത്രി ഇതൊന്നും അറിയാത്തവരായിരുന്നില്ല നമ്മള്. കോളേജിൽ പോയി പഠിച്ച് നല്ലൊരു ജോലി നേടണം എന്നൊക്കെ എന്തുമാത്രം ആഗ്രഹങ്ങളാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. എന്നിട്ട് രാഷ്ട്രീയക്കാരെ ഒന്ന് ശിക്ഷ കണ്ടില്ലേ? ഇത് കാണും, ഇവന്റെ കൈ കാണും, നോക്ക്. പ്ലെയറല്ലേ പ്ലെയർ. അത് വെച്ച് ഓരോ നോക്കായിട്ട് പിഴുതെടുക്കായിരുന്നു ലോക്കപ്പില്. അത് നീ അനുഭവിച്ചിട്ടുണ്ടോ? ആ വേദന നിനക്ക് മനസ്സിലാവോ? മനസ്സിലാവില്ല. നീ ഒരു പെണ്ണായിരുന്നോ? പക്ഷെ ഞങ്ങളെ പെണ്ണുങ്ങളാക്കരുത്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ചോരയ്ക്ക് ചോരയെന്ന് പറഞ്ഞ് പോകരുതെന്നാ പറഞ്ഞു. നിനക്കൊന്നും അറിയില്ല മോളെ. ഒരു കാരണത്ത് അടിച്ചാ മറ്റേ കാരണം കാണിക്കാന്നുള്ളതൊക്കെ പഴയ നിയമ. പുതിയ നിയമം എന്താണെന്നറിയോ നിനക്ക്? ഒരു കവളത്ത് അടിച്ചാ മറ്റു 2 കവളത്തും തിരിച്ചടിക്കണമെന്നാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണം അവനോട്. എന്ത് കാര്യത്തിനാണോ നമ്മളിങ്ങനെ ആയത്? ആ കാര്യം നമുക്ക് ഇല്ലാതാക്കണോടാ. ഇനി ഈ നാട്ടിൽ ഗുണ്ടായുസം ഉണ്ടാവാൻ പാടില്ല. കുറ്റകൃത്യങ്ങൾ നടക്കാനേ പാടില്ല. ഒറ്റക്കെട്ടായി നിന്ന് നമുക്കവരെ തീർക്കണം.
എടാ മോനെ, നീ ഞങ്ങൾക്ക് തന്ന ഒരു പുനർജന്മമാണ്. എന്ന് നിനക്ക് നല്ലതേ വരൂ. ഞങ്ങൾക്ക് എന്തിനാ ഏട്ടാ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചാൽ മതി. മാറിക്കണോട്ട്. എന്താണ് അവിടെ പ്രശ്നം? റാസ്കൽസ്. ആരാണ് അവിടെ അടിയുണ്ടാക്കിയത്? എന്താടാ നീ ഇവിടുത്തെ വലിയ റൗഡിയാണോ? ഇവിടെയുള്ള ആരോട് വേണേലും ചോദിച്ചു നോക്ക് സാറേ. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാറിന് എന്ത് ആക്ഷൻ വേണേലും എടുക്കാം. ഇവിടെ എന്തൊക്കെയാണ് നടന്നത്? അവരുടെ പേരിൽ തെറ്റൊന്നുമില്ല സർ. ഞങ്ങൾക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതെ സർ. നീ വല്ലതും കണ്ടടാ? അവര് കരിമ്പൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാ. നീ അവനൊന്നും ചെയ്തില്ല. വളക്ക് എന്താ വിലയെന്ന് ചോദിച്ചു. ഇനി എന്താ സാറേ, വേഗം പോവാൻ നോക്ക് സാറേ. പോ സാർ. ആരെങ്കിലും ചന്ദ്രൻ വെട്ടുന്നുണ്ടോ നോക്ക്, എന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ നോക്ക്. അല്ലാതെ സൈക്കിളില് ഡബിൾസ് പോകുന്നവൻ, ബസ്സിൽ ഫുട്ബോൾ നിൽക്കുന്നവൻ, ഇവരുടെ അടുത്താണോ നിങ്ങളുടെ പവർ കാണിക്കുന്നത്? ഒന്ന് പോവാൻ നോക്ക് സാർ. പോലീസിന്റെ കളി മക്കളെ. ഇനി മുതൽ പോലീസിനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. നമുക്ക് നമ്മൾ തന്നെ പോലീസ്. നമുക്ക് നമ്മുടെ തന്നെ ലോ.